പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ രാവുകള് അതേ എത്രയോ ആളുകള് സുബ്ഹാനല്ലാഹ് റോഡുകളിലേക്ക് ഇറങ്ങുകയാണ്. റമളാനിനൊരു മഹത്വവും കൽപ്പിക്കാതെ രാത്രി സമയങ്ങളിൽ റോന്ത് ചുറ്റി നടക്കുകയാണ്, തിന്ന് നടക്കുകയാണ്, ആർമാദിക്കുകയാണ്. റബ്ബിനെ പൂർണ്ണമായി മറന്നുകൊണ്ടുള്ള ജീവിതം സുബ്ഹാനല്ലാഹ് എത്ര പറഞ്ഞാലും പഠിക്കാത്ത ഒരു ഖൗമായി നമ്മുടെ ഉമ്മത്തിലെ കുറെ ആളുകള് മാറിപ്പോയല്ലോ. എന്താണ് റമളാൻ? എന്തിനാണ് റമളാൻ? എന്തിനു വേണ്ടിയാണ് റമളാൻ? റമളാനിന്റെ പുണ്യം എന്താണ്? റമളാൻ എന്തിനു വേണ്ടി റബ്ബ് നിശ്ചയിച്ചതാണ്? റമളാൻ എന്തിനു വേണ്ടി റബ്ബ് തയ്യാറാക്കിയതാണ്? ഫുഡ് ഫെസ്റ്റിവൽ നടത്താനാണോ? അല്ല. വീടുകളിൽ നിന്ന് നാണമില്ലാതെ പുറത്തിറങ്ങി എല്ലാവരെയും പോലെ പെണ്ണുങ്ങളും അതേ നടുറോട്ടിലിറങ്ങി ഭക്ഷണം കഴിക്കാനാണോ? സുബ്ഹാനല്ലാഹ്, ഹുങ്കല്ലേ, അഹങ്കാരമല്ലേ? ഇന്നലെയും ഞാൻ കണ്ടു ദുബായിലെ വിവിധങ്ങളായ ഷോപ്പുകളുടെ മുന്നില് സുബ്ഹാനല്ലാഹ് എത്രയെത്ര പർദ്ദയിട്ട പെണ്ണുങ്ങളാണ് രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഖുർആൻ ഓതി ഒന്നിനും കഴിയൂല എങ്കിൽ കിടന്നുറങ്ങിക്കൂടെ? ഉറക്ക് കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹ്, വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങളെ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഇനി അത്രമാത്രം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റമളാൻ കഴിയുന്നത് വരെ ഒന്ന് കാത്തു നിന്നുകൂടെ? സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കണ്ട എന്നോ ഭക്ഷണം കഴിക്കുന്നതിനെതിരെ പറയുകയോ അല്ല, മറിച്ച് റമളാനിന്റെ സൗന്ദര്യം കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള ഫുഡ് ഫെസ്റ്റിവലുകളെ, അതുപോലെയുള്ള റോന്തു ചുറ്റലുകളെ, അതിനു വേണ്ടിയുള്ള സമയം കളയലുകളെ, തറാവീഹ് നിസ്കരിക്കാനില്ല, വിത്ർ നിസ്കരിക്കാൻ ആളെ കിട്ടുന്നില്ല, ഖുർആൻ ഓതാൻ ആളുകൾക്ക് കഴിയുന്നില്ല, ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല, സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മനസ്സില്ല. പകല് വെറും പട്ടിണി കിടക്കുകയാണ്. പകല് വെറും പട്ടിണിയാണ്. എന്തിനാണ് നോമ്പ് നോക്കിയത്? നോമ്പിന്റെ ആത്മീയത എന്താണ്? അതേ, ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ ഭയന്ന് നാഥനായ റബ്ബിലേക്ക് ഖൽബുകൾ തിരിക്കുവാനുള്ളതാണ് റമളാൻ. കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ. മുൻകഴിഞ്ഞ ആളുകൾക്ക് നോമ്പുകൾ ഉണ്ടായിരുന്നു. വ്യവസ്ഥാപിതമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോമ്പ് ഉണ്ടായില്ല. അവർക്കും നോമ്പ് ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി തന്നു. എന്തിനാണ് നോമ്പ് അല്ലാഹു നമുക്ക് നിർബന്ധമാക്കി തന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നവരാവാൻ വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ്, റബ്ബിലേക്ക് ഭയഭക്തിയോടെ മടങ്ങുന്നവരാവാൻ വേണ്ടിയാണ്. അതിനാണ് റമളാൻ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയത്. പക്ഷേ റമളാനിന്റെ എല്ലാ ആത്മീയതയും കളഞ്ഞു കുളിക്കുകയാണ് യുവത്വം. സുബ്ഹാനല്ലാഹ്,
അതിന് ഉപ്പമാര് പണം കൊടുക്കുകയാണ്, അതിന് ഉമ്മമാര് ലൈസൻസ് കൊടുക്കുകയാണ്. അവർക്ക് അതേ എല്ലാത്തിനും ലൈസൻസുകൾ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ കണ്ടു 6 വയസ്സ് പൂർത്തിയായ ഒരു പൊന്നുമോൻ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയത്. മാഷാ അല്ലാഹ്, ഹിജാബ് ധരിച്ച അവരുടെ മാതാവടക്കമുള്ളവരെ സംസാരിക്കുന്നത് കണ്ടു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കി തരണേ അല്ലാ. 6-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കുക, അത് വലിയ തൗഫീഖല്ലേ. അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ.